ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള അധിക പൗഡറുകളും നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റിലുള്ളതാണ് വാങ്ങിക്കുന്നത്. എന്നാൽ ഇനി അങ്ങനെ വാങ്ങിക്കാതെ നല്ല നാച്ചുറലായിട്ട് എല്ലാ പൊടികളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതായത് പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ, ജീരകം പൊടിച്ചത്, ഏലക്കാപ്പൊടി, ഇവയൊക്കെ നമ്മൾ അധിക പേരും കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എന്നാൽ നാച്ചുറലായിട്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത് സൂക്ഷിച്ചാലോ. അപ്പോൾ ഇത് എങ്ങനെ അധികകാലം കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ള ഒരു ടിപ്പ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പൂപ്പലൊന്നും വരാതെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഈ സ്പൈസസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ ആദ്യം ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ജീരകം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ ഈ സ്പൈസസൊക്കെ പൊടിച്ച് വെക്കുന്ന ടൈമിൽ കുറച്ച് മാത്രം പൊടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ സ്മെല്ലും അതുപോലെ ഫ്ലേവറൊക്കെ നഷ്ടമായി പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് മാത്രം നമ്മൾ പൊടിച്ച് വെക്കുക. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പൊടിക്കാമല്ലോ. ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് ഏലക്കയാണ്. അപ്പോൾ ഇതൊക്കെ വറുത്തെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഞാനിത് നന്നായിട്ട് വെയിലിലിട്ടിട്ട് ഉണക്കിയെടുത്തതാണ്. അതിനുശേഷം നമുക്ക് അതിൽ വാട്ടർ കണ്ടൻറ്റൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ഉണങ്ങി വന്നോളും. ഇതിപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ ഏലക്കയും നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുരുമുളക് വറുത്തെടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കുരുമുളകാണ്, നല്ല നാച്ചുറലായിട്ടുള്ള കുരുമുളകാണ്. അതും ഞാൻ കഴുകി ഉണക്കിയെടുത്തതാണ്. നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. എത്ര തന്നെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാലും കരിഞ്ഞു പോവും. ഇനി ഞാൻ വറുത്തെടുക്കുന്നത് അയമോദകമാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ടൈമിൽ ഈ അയമോദകത്തിൻ്റെ പൊടിയിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ പ്രശ്നമോ ഇല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നമോ അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ അയമോദകത്തിൻ്റെ പൊടി. അപ്പോൾ വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കുന്ന ടൈമിൽ 1 ടീസ്പൂൺ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഗരം മസാല പൗഡറാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാനിലോട്ട് ഒരു 5-10 കറുവാപ്പട്ടയും അതുപോലെ 4 തക്കോലം, 10 ഗ്രാം ജാതിപത്രി, ഒരു ജാതിക്കയുടെ പകുതി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വരെ ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും. ഇത്രയും സ്പൈസസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ ഗരം മസാല പൗഡർ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന അധിക ഫുഡിലും നമ്മൾ ഈ ഗരം മസാല പൗഡർ ചേർക്കാറുണ്ട്. ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും മട്ടൻ കറി ആയാലും അതുപോലെ സ്പൈസസ് ആയിട്ടുള്ള എന്ത് മസാലകൾ തയ്യാറാക്കുമ്പോഴും, ബിരിയാണി മസാല ആയാലും ഇല്ലെങ്കിൽ സ്നാക്കിനുള്ള മസാല ആയാലും ഒക്കെ നമുക്ക് ഗരം മസാല പൗഡർ ആവശ്യമാണ്. എഗ്ഗ് കറിയാണെങ്കിൽ പോലും നമുക്ക് ഈ മസാലപ്പൊടി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇത് പൊടിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം അധികമുള്ളത് വേറൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടമാകാതെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
ഈ പട്ടയൊക്കെ ഞാൻ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും ആരും പൗഡറുകൾ വാങ്ങാതെ നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഏലക്കായാണ് പൊടിച്ചെടുക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്പൈസസൊക്കെ ഇതിൽ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ ഏലക്ക പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിലോട്ട് ഇട്ടതിന് ശേഷം അടച്ചു വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടമാവും. അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ്. ഇനി ഞാൻ പൊടിച്ചെടുക്കുന്നത് ജീരകമാണ്. കുരുമുളക് പൊടിക്കുന്നതിന് മുമ്പ് ജീരകം പൊടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ എരിവൊക്കെ ജീരകത്തിൽ കയറും. അപ്പോൾ ജീരകവും പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഈ മിക്സിയുടെ ജാറ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. കാരണം ഇതിൽ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പോൾ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കുകയാണ്. ഇതൊക്കെ ഞാൻ എന്നും സ്ഥിരമായിട്ട് ഇട്ട് വെക്കുന്ന പാത്രം തന്നെയാണ്. അപ്പോൾ എല്ലാം ഒഴിവായപ്പോൾ നിങ്ങൾക്ക് കൂടി ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എല്ലാം ഒരുമിച്ച് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം പൊടിച്ചെടുക്കുന്നത് പെപ്പറാണ്. കണ്ടോ, നല്ല ബ്ലാക്ക് പെപ്പറാണ്. ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഈ മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. കാരണം ഇത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പൈസസ് പൊടിക്കുമ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പെപ്പർ പൗഡറും ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെക്കുകയാണ്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുക്കുന്നത് ഗരം മസാലയാണ്. അതിന് മുമ്പായിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഈ പെപ്പർ പൊടിച്ച് കഴിഞ്ഞാൽ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല നമുക്ക് മുഴുവനായിട്ടും ഇതിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ അയമോദകം പൊടിച്ചെടുക്കുന്നത്. കാരണം അയമോദകത്തിന് ആയുർവേദ ഔഷധമാണല്ലോ. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു സ്മെല്ല് കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് അയമോദകം പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ ഗരം മസാലയും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു വലിയ പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. അതിനുശേഷം ആവശ്യമുള്ളത് ചെറിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് മാത്രം ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് അയമോദകം പൊടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്പൈസസും നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഉലുവയായാലും പെരുംജീരകമായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പൗഡറുകളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സാമ്പാർ പൗഡർ വരെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ അയമോദകവും ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആയുർവേദ ഔഷധമാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് വെള്ളം കുടിക്കുന്ന ടൈമിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നല്ലോണം ഒരു 5 ലിറ്ററൊക്കെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ദാഹിക്കുന്ന ടൈമിലൊക്കെ ഈ വെള്ളം കുടിച്ചാൽ മതി. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ സ്പൈസസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അതായിരിക്കും ഹെൽത്തി ആയിട്ടുള്ളത്. കണ്ടോ, ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയതാണ്. പെട്ടെന്ന് തന്നെ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ പോയിട്ട് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് പിറകെ ഒരു ചെറിയ ബെൽ ബട്ടൺ കാണിക്കും, അതുകൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് മുകളിൽ 3 ഓപ്ഷൻസ് കാണിക്കും. അതിൻ്റെ മുകളിലത്തെ ഓപ്ഷനായ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.